ഹേമചന്ദ്രനെ തങ്ങൾ കൊന്നിട്ടില്ലെന്നും ഹേമചന്ദ്രൻ ജീവനൊടുക്കിയതാണെന്നുമാണ് നൌഷാദ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. 30ഓളം പേർക്ക് ഹേമചന്ദ്രൻ പണം കൊടുക്കാനുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും പൈസ കെട്ടാൻ ഒരുമിച്ച് പോയി. മൈസൂരിൽ നിന്ന് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം വീട്ടിൽ തങ്ങിയെന്നും പിറ്റേ ദിവസം ജീവനൊടുക്കിയ നിലയിൽ കാണുകയായിരുന്നുവെന്നുമാണ് നൌഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൃതദേഹം കണ്ടപ്പോൾ കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ഹേമചന്ദ്രന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാ. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്. അയാൾക്ക് ഇറങ്ങി പോകാമായിരുന്നു. എല്ലാ സൗകര്യമുണ്ട്. അയാൾക്കൊരു ആത്മഹത്യ ചെയ്യാൻ പറ്റിയൊരു സൗകര്യം നോക്കി നടന്നതാണ്. ഇതിന് ശേഷം എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടുക അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. കുഴിച്ചിട്ട് അത് ഈ കുഴിച്ചിട്ടെങ്കിലും ഇതിൽ ആത്മഹത്യ എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നില്ല എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഞാൻ കിടക്കാൻ തയ്യാറാണ്. അല്ലാതെ ചെയ്യാത്ത തെറ്റിന് കിടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്തതാണ്. അല്ലാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. എന്നാൽ നൌഷാദിന്റെ വാദങ്ങൾ പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കൊലപാതകം നടത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. തെറ്റുപറ്റിയെന്ന അന്വേഷണ സംഘത്തിന് നൌഷാദ് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകാൻ വിളിച്ചുവരുത്തിയ കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെയും കേസിൽ പ്രതി ചേർക്കും. കോഴിക്കോട് നിന്നും 1.5 വർഷം മുൻപ് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരാമ്പടി വനത്തിലാണ് കണ്ടെത്തിയത്. നൌഷാദ് അടക്കമുള്ള പ്രതികൾ ഹേമചന്ദ്രനെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് കേസ്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.